ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അറിയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗമാണ് പഠിക്കാനായി പോകുന്നത്. അറിയാനും പ്രതികരിക്കാനും ശേഷിയുള്ളവരാണ് നമ്മളൊക്കെയും. നമുക്ക് കൂടുതൽ അറിയാനും പ്രതികരിക്കാനും എങ്ങനെ കഴിയുന്നു എന്ന് നോക്കാം. അതായത് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് രുചി അനുഭവപ്പെടുന്നു. നമ്മൾ എന്തിനെയെങ്കിലുമോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലുമോ സ്പർശിക്കുമ്പോൾ നമുക്ക് സ്പർശനം ഫീൽ ചെയ്യുന്നു. നമുക്ക് വിശപ്പുണ്ടാകുന്നു, ദാഹമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഉദ്ദീപനങ്ങൾ. അപ്പോൾ എന്താണ് ഉദ്ദീപനങ്ങളെന്ന് നമുക്ക് നോക്കാം. അതായത് സ്റ്റിമുലൈ, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. The senses that evoke responses in organisms are called stimuli. ഇംഗ്ലീഷ് സിലബസ് ഫോളോ ചെയ്യുന്നവർക്കും മലയാളം സിലബസ് ഫോളോ ചെയ്യുന്നവർക്കും ഒരുപോലെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ലെങ്തിയായി പോകുന്നുണ്ട് വീഡിയോസ്. അത് കൂടുതൽ മനസ്സിലാക്കി തരുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു ഇതാണ്. എന്തായാലും ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങൾ കാണപ്പെടുന്നു. ഇത്തരം കോശങ്ങളെ നമ്മൾ ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇവ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായിട്ടുള്ള സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. അതായത് ഇമ്പൾസസ് രൂപപ്പെടുത്തുന്നു. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയാണ്, അഥവാ നെർവസ് സിസ്റ്റമാണ്. കഴിഞ്ഞ വീഡിയോസിൽ, അതായത് 8th സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കോശങ്ങളെക്കുറിച്ചും കലകളെക്കുറിച്ചും, അതായത് സെൽസ് ആൻഡ് ടിഷ്യൂസിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ നാഡീകോശം അഥവാ നെർവ് സെൽ എന്നും പറയുന്നുണ്ട്, ന്യൂറോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സെല്ലിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മെയിനായിട്ട് ബ്രെയിനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കോശത്തിനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഇന്ന ബോഡി ഭാഗങ്ങളിൽ അത് കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നെർവ് സെൽ നമ്മുടെ ശരീരം മൊത്തവും വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ബ്രെയിനിൽ വായിക്കുന്നു, ബ്രെയിനിൽ കിടക്കുന്നു അല്ലെങ്കിൽ ബ്രെയിനിൽ കാണപ്പെടുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ശരിക്കും നമ്മുടെ നാഡീവ്യവസ്ഥ നമ്മുടെ ബോഡി മൊത്തത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. There are specialized cells in the sense organs and other parts of the body to receive stimuli. These cells are known as receptors. They receive stimuli and generate suitable impulses. Normally, responses occur when the impulses generated by the receptors on receiving the stimuli reach the brain. The nervous system controls and coordinates these actions. നാഡീകോശം അഥവാ ന്യൂറോൺ, നെർവ് സെൽ എന്നൊക്കെയാണ് പറയുന്ന കോശത്തെ നമുക്ക് പരിചയപ്പെടാം. ഇത് എക്സാമിന് മിക്കവാറുമുള്ള എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ചിത്രവും അതിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ചിത്രം കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭാഗങ്ങളുടെ ഫങ്ഷൻസ് എഴുതുക. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും വരച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ നാഡീകോശം എന്താ നോക്കാം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ.
മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശദ്രവ്യവും കോശസ്തരവും ന്യൂക്ലിയസുമുണ്ട്. അതായത് മുഖ്യമുള്ള കോശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 8ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോശങ്ങളെക്കുറിച്ച്. അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ കേൾക്കുക. 8ൻ്റെയും 9ൻ്റെയും ഒക്കെ വീഡിയോസ് ബയോളജി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. 8ൻ്റെ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 9ൻ്റെത് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഇടും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കൂടെ കേൾക്കുക. ഏകദേശം ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് കംപ്ലീറ്റ് കേൾക്കാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ 10ലെ കുട്ടികളാകുമ്പോൾ നിങ്ങളിത് പഠിച്ച് കഴിഞ്ഞതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയാസ് എല്ലാം കിട്ടും. Neuron or nervous cell is the basic structural unit of the nervous system. Like all other cells, the neuron has a cell membrane, cytoplasm and nucleus. നാഡീകോശത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ശ്വാൻ കോശം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് എന്നിവയാണ് ഒരു നാഡീകോശത്തിൻ്റെ ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളുടെ ഫങ്ഷൻസ് ഇവിടെ നോക്കാം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണിൻ്റെ ശാഖകളാണത്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ, അതായത് ഇമ്പൾസസ് സ്വീകരിക്കുന്ന ഭാഗം. ദെൻ ഡെൻഡ്രോൺ, കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞൊരു തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. കോശശരീരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ കോശം എന്താണെന്ന്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്ന ധർമ്മമാണ് ഡെൻഡ്രോണിനുള്ളത്. ദെൻ ശ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഒന്നാണ്. ആക്സോൺ, ആ നീളം കൂടിയ തന്തുവിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ശ്വാൻ കോശം. ദെൻ എന്താണ് ആക്സോൺ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു, അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ഈ തന്തുവാണ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് എന്നറിയപ്പെടുന്നത്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്നു എന്നുള്ള ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്. ദെൻ സിനാപ്റ്റിക് നോബ് എന്താണ്? ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേഷകങ്ങളെ സ്രവിക്കുന്നു മറ്റൊന്നിപ്പം അത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഒരു കോശത്തിൻ്റെ എൻഡാണ്. ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക്, സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരേ കോശങ്ങളുടെ കൂട്ടമാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു സെൽസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആവേഗങ്ങൾ സ്രവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ആവേഗങ്ങൾ സ്രവിക്കപ്പെടുന്നത് സിനാപ്റ്റിക് നോബിലൂടെയാണ്. The parts of neuron. Dendrite, branches of dendron, part that receive impulses from adjacent neuron. Then dendron, short filament from the cell body, carries impulses from dendrites to the cell body. Then Schwann cell encircles the axon. Then axon. Axon, longest filament from the cell body, carries impulses from the cell body to the outside. Then axonite is the branches of axon, carries impulses to the synaptic knob. Then synaptic knob is tip of axonite, secretes neurotransmitter. നമുക്ക് നാഡീകോശത്തിൻ്റെ ആക്സോണിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, നീളം കൂടിയ തന്തുവാണെന്ന്. ഈ മിക്ക ആക്സോണുകളെയും ഒരു കൊഴുപ്പടങ്ങിയ മയലിൻ എന്ന് പറയുന്ന സ്തരം, അതായത് മെംബ്രെയിൻ കൊണ്ട് ആവർത്തിച്ച് വലയം ചെയ്തതായി കാണാം. ഈ വലയത്തെ നമുക്ക് മയലിൻ ഷീത്ത്, കാരണം ആവർത്തിച്ചാണ് വലയം ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള വലയത്തെ മയലിൻ ഷീത്ത് എന്നാണ് പറയപ്പെടുന്നത്. Axons of most of the neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നമ്മുടെ നാഡി.
അവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഈ ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. എന്താണ് ആക്സോണിൻ്റെ ധർമ്മം? ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് ഒരു മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം. അപ്പോൾ എന്താണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം? ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് ഒരു മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. Nerve is a group of axons. Myelin sheath in the nerves is formed of Schwann cells. Myelin sheath in the brain and the spinal cord is formed of specialized cells called oligodendrocytes. The myelin sheath has a shiny white color. The part of the brain and the spinal cord where myelinated nerve cells are present in the abundance is called white matter. And the part where non-myelinated nerve cells are present is called gray matter. What are the functions of myelin sheath? The major functions of the myelin sheath are to provide nutrients and oxygen to the axon, accelerate impulses, act as an electric insulator, and protect the axon from external shocks. നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ്. ഈ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണം. ഇങ്ങനെ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാവുകയും കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയി മാറുകയും ചെയ്യുന്നു. നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുകയും ചെയ്യും. ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുതപ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. ഇങ്ങനെയാണ് സന്ദേശങ്ങൾ രൂപപ്പെടുന്നത്. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെ നാഡീയ ആവേഗങ്ങൾ എന്ന് പറയുന്നു. The nervous system manages control and coordination through impulses. How are these impulses generated and transmitted through neurons? Because the outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. This is due to the difference in the distribution of certain ions. When stimulated, the distribution of ions in that particular part changes and hence the inner surface becomes positively charged and the outer surface becomes negatively charged. This momentary charge difference stimulates its adjacent parts and similar changes occur there too. As this process proceeds, impulses get transmitted as electric charges. Nerve impulses are messages transmitted through the neurons. നമുക്ക് എന്താണ് അടുത്ത സിനാപ്സ് എന്ന് നോക്കാം. സിനാപ്സ് എന്ന് വെച്ചാൽ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തും. നമ്മൾ പറഞ്ഞു ഒരു നാഡീയ കോശത്തിൻ്റെ അവസാന പോർഷനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്, അല്ലേ?
അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളെ നാഡീയ പ്രേഷകങ്ങൾ എന്നാണ് പറയുന്നത്. ഇവ അടുത്ത കോശത്തിലുള്ള ഡെൻഡ്രൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോശത്തിൻ്റെ ഫസ്റ്റ് പോർഷൻ അല്ലേ. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിക്കുകയും പുതിയ വൈദ്യാവയവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇങ്ങനെ വൈദ്യാവയവങ്ങൾ ഓരോ കോശത്തിലൂടെയും കടന്ന് ആ അറിവ് എന്ത് ചെയ്യും? മസ്തിഷ്കത്തിലെത്തുന്നു. തിരിച്ച് മസ്തിഷ്കം പ്രതികരിക്കുന്നു. Synapse is the junction between two neurons or a neuron and is a muscle cell or a neuron and a glandular cell. When electric impulses from the axon reach the synaptic knob, certain chemical substances are secreted from there to the synaptic cleft. These chemical substances are called neurotransmitters. വിവിധ തരത്തിലുള്ള നാഡീകോശങ്ങൾ കാണപ്പെടുന്നു. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും പറയാം. അതായത് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ, അതായത് ഇമ്പൾസസിനെ വഹിക്കുന്ന നാഡീകോശങ്ങളെ നമുക്ക് സംവേദ നാഡീകോശങ്ങളെന്നും, സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡീകോശങ്ങളെന്നും പറയുന്നു. On the basis of the direction of impulse, neurons can be classified into sensory neurons and motor neurons. Sensory neurons carry impulses to the brain and spinal cord. Motor neurons carry impulses from the brain and spinal cord to various parts of the body. നാഡികളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. സംവേദനാഡിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. പ്രേരകനാഡി എന്നാൽ തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്നാൽ സമ്മിശ്രനാഡിയുടേത് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതിൽ സഹായിക്കുന്നു. Nerves are classified into three on the basis of their functions. They are sensory nerve, motor nerve and mixed nerve. The functions of sensory nerves are carries impulses from various parts of the body to the brain and the spinal cord. Then motor nerve carries impulses from brain and spinal cord to various parts of the body. Then mixed nerve carries impulses to and from the brain and spinal cord. നമുക്ക് നാഡീവ്യവസ്ഥയെക്കുറിച്ച് കൂടുതലായി പഠിക്കാം. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഈ ചിത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലൊരു മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയുടെ ഭാഗം കാണിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. പ്രത്യേകിച്ചൊന്നുമില്ല. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു മജന്ത കളറിൽ കാണപ്പെടുന്ന പോർഷൻ, അതായത് നമ്മുടെ മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. എന്നാൽ മറ്റ് ആ നീല കളറിൽ കാണപ്പെടുന്ന എല്ലാം എന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്, പെരിഫറൽ നാഡീവ്യവസ്ഥയാണ്. The nervous system consists of two parts. They are central nervous system and peripheral nervous system. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിൽ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നാഡീവ്യവസ്ഥ, അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ദെൻ അടുത്ത ഭാഗം ആ പൂരിപ്പിക്കേണ്ടത് പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീവ്യവസ്ഥ. ദെൻ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഒന്ന് മസ്തിഷ്കം, അതായത് ബ്രെയിനും, ദെൻ സുഷുമ്നയുമാണ്, അതായത് സ്പൈനൽ കോഡും വരുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് ശിരോനാഡികൾ,
ശിരോനാഡികൾ അഥവാ ക്രാനിയൽ നെർവ്സാണ് ആ ഭാഗത്ത് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് സുഷ്മിന നാഡികൾ എഴുതിയിട്ടുണ്ട്. സുഷ്മിന നാഡികൾ അഥവാ സ്പൈനൽ നെർവ്സാണ്. അപ്പോൾ നമ്മൾ നാഡീവ്യവസ്ഥയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി. എന്താണ് നാഡീവ്യവസ്ഥയിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥയായിട്ടുള്ള അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നത് മസ്തിഷ്കവും അതായത് ബ്രെയിനും സുഷ്മിനയുമാണ്, സ്പൈനൽ കോഡുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം മസ്തിഷ്കത്തെക്കുറിച്ച് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണം വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണം മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. മസ്തിഷ്ക കലകൾക്ക് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവം അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ധർമ്മം. Brain is the central part of the nervous system. The brain is protected inside the skull. It is covered by the meninges, a 3-layered membrane. The cerebrospinal fluid is filled within the inner membranes of meninges and the ventricles of the brain. The cerebrospinal fluid formed from the blood is reabsorbed into the blood. The functions of the cerebrospinal fluid are to provide nutrients and oxygen to the tissues of the brain, regulate the pressure inside the brain, and to protect the brain from injuries. നമുക്കറിയാം നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണെന്ന്. നമുക്ക് ആ ഭാഗങ്ങളെ പരിചയപ്പെടാം. ഒരു ഓർഡറിൽ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ നിങ്ങൾക്ക് മറന്നു പോവാതെ നിൽക്കും. ഫസ്റ്റ് വൺ ഈസ് സെറിബ്രം, ദെൻ സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. നമുക്കവയുടെ ഓരോ ഫങ്ഷനായിട്ട് നോക്കാം. സെറിബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമെന്നറിയപ്പെടുന്നു. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും അറിയപ്പെടുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമായിട്ട് കണക്കാക്കുന്നത് സെറിബ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ നമുക്ക് ഉളവാക്കുകയും ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതും സെറിബ്രമാണ്. ദെൻ സെറിബെല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി ഇവ കാണപ്പെടുന്നു. ചുളിവുകളും ചാലുകളും ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുല്യനില, അതായത് നമുക്കൊരു ബാലൻസ് തരുന്നത് സെറിബെല്ലമാണ്. അതായത് മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണിത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ മെഡുല ഒബ്ലോങ്കേറ്റയാണ്. തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ്. സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണിത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസ് ആണ്. ദെൻ ഹൈപ്പോ തലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പങ്കുവഹിക്കുകയാണ് ഇവയുടെ ധർമ്മം.
The different parts of the brain control and coordinate the activities. Then first portion നോക്കാം. Cerebrum, the largest part of the brain. Numerous fissures and folds are seen. The grey colored outer part of the cerebrum is called cortex and the white colored inner part is called medulla. Center of thought, intelligence, memory and imagination. Then evokes sensations, controls voluntary movements. Then cerebellum, the second largest part of the brain, seen behind the cerebrum as two flaps. Fissures and grooves are present, coordinates muscular activities and maintains equilibrium of the body. Then medulla oblongata, the rod-shaped medulla oblongata is seen below the cerebrum, located near the cerebellum. Controls involuntary actions like heartbeat, breathing, etc. Then thalamus, situated below the cerebrum, acts as relay station of impulses to and from the cerebrum, analyzes impulses from various parts of the body and send the important ones to the cerebrum. Then hypothalamus, situated just below the thalamus, play a major role in the maintenance of homeostasis. അടുത്ത സുഷ്മിന. സുഷ്മിന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നാഡീവ്യവസ്ഥയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ആ രണ്ടായിരത്തി കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സുഷ്മിന. നമുക്ക് സുഷ്മിനെക്കുറിച്ച് കൂടുതലായി പരിചയപ്പെടാം. സുഷ്മിന മെഡില്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. സുഷ്മിന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മസ്തിഷ്കത്തെ പോലെ സുഷ്മിനയും മെനിഞ്ചസും കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്. സുഷ്മിനയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാനലിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. സുഷ്മിനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. സുഷ്മിനയിൽ നിന്ന് 31 ജോഡി സുഷ്മിന നാഡികൾ പുറപ്പെടുകയും ഓരോ സുഷ്മിന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാക്കപ്പെട്ടതുമാണ്. സംവേദ ആവയങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷ്മിനയിലേക്കും പ്രേരക ആവയങ്ങൾ സെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷ്മിനയാണ്. The spinal cord is the continuation of the medulla oblongata. The spinal cord is protected inside the vertebral column. Like the brain, the spinal cord is also covered by meninges. The central canal seen in the center of the spinal cord is also filled with the cerebrospinal fluid. In the spinal cord, white matter is seen outside and gray matter is seen inside. Impulses from different parts of the body are transmitted to and from the brain through the spinal cord. It also coordinates the repeated movements during walking, running, etc. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കാലിൽ മുള്ള് കൊള്ളുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരു ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ നമ്മൾ അറിയാതെ കൈയെടുത്ത് മാറ്റുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലേക്ക് എന്തെങ്കിലും പ്രാണി കയറുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും തറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിൽ നിന്നും അവോയ്ഡ് ചെയ്ത് മാറാറുണ്ട് അല്ലേ? ഇതെങ്ങനെ നമുക്ക് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇങ്ങനെ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ അഥവാ റിഫ്ലെക്സ് ആക്ഷൻ. ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങളൊന്നും ബോധപൂർവമല്ല നടക്കുന്നത്. That is, the accidental and involuntary responses towards stimuli are called reflex action. They do not happen consciously. റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവയവങ്ങളുടെ സഞ്ചാരപാത നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രാഹി എന്ന് വെച്ചാൽ ആവയവങ്ങൾ രൂപപ്പെടുത്തുന്നു. നമ്മൾ റിസപ്റ്റേഴ്സ്, നമുക്കൊരു ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്രാഹികൾ, നമ്മുടെ ആഹ്യത്തിലുള്ള ഗ്രാഹികൾ, ആ ഭാഗത്തുള്ള ഗ്രാഹികൾ സന്ദേശം രൂപപ്പെടുത്താൻ തുടങ്ങും. ദെൻ സംവേദനാഡി അഥവാ സെൻസറി ന്യൂറോൺ ഈ ആവേഗങ്ങളെ സുഷ്മിനയിലേക്ക് എത്തിക്കും. അപ്പോൾ ഇൻ്റർ ന്യൂറോണായിട്ടുള്ള
അത് സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് കേട്ടോ ഇൻ്റർന്യൂറോൺ. ഇത് സംവേദനാഡി ആവയവങ്ങൾക്കനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ അവിടെ രൂപപ്പെടുത്തുന്നു. അതായത് സംവേദ ആവയവങ്ങൾക്കനുസൃതമായിട്ടുള്ള വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ അവിടെ രൂപപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് പ്രേരക നാഡിയായിട്ട് സുഷ്മിനയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്നു. ബന്ധപ്പെട്ട പേശികളുടെ പ്രവർത്തനത്താൽ ബന്ധപ്പെട്ട പേശികളുടെ പ്രവർത്തനം നമ്മൾ കൈയെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. The pathway of impulses in a reflex action. First, receptor generate impulses. Sensory neuron carries impulses to the spinal cord. Then interneuron, the neuron that connects the sensory neuron and the motor neuron, generates quick responses according to the sensory impulses. Then motor neuron carries the information from spinal cord to related muscles. Then related muscles withdraws the hand by the action of the muscles. റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവയവങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായും ഇവിടെ സുഷ്മിനയാണ് റിഫ്ലെക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചത്. ഇത്തരം റിഫ്ലെക്സുകളാണ് സ്പൈനൽ റിഫ്ലെക്സുകൾ. എന്നാൽ എല്ലാ റിഫ്ലെക്സുകളും സുഷ്മിനയുടെ കീഴിലല്ല നടക്കുന്നത്. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ നമ്മുടെ കണ്ണിന് നേരെ വരുമ്പോഴും അവിടെ റിഫ്ലെക്സ് പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ റിഫ്ലെക്സ് പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അങ്ങനെ സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന